ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി, അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇഡ്ഡലി സാമ്പാറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാറിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലേവറാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടിഫിൻ സാമ്പാറും നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ആ ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇഡ്ലി ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് ഇഡ്ലി റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയല്ല ഉപയോഗിക്കുന്നത്, ഇഡ്ലി റൈസാണ്. അപ്പോൾ 1 കപ്പ് 240 ml കപ്പിന് 1 കപ്പാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കപ്പ് ഉപയോഗിക്കുക, അത് തന്നെ ബാക്കിയുള്ള മെഷർമെൻറ്റിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചാൽ മതി. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ, അതേ കപ്പിന് ഒരു 1/4 കപ്പ് അളവിൽ ഉഴുന്ന് പരിപ്പാണ്. നന്നായി കഴുകിയതിന് ശേഷം ഇതും നമുക്ക് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. 4 മണിക്കൂറിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമ്മൾ ഇഡ്ലി റൈസാണ് ചേർക്കുന്നത്. ആദ്യം നമ്മൾ എല്ലാം ഒരുമിച്ചിട്ടല്ല അരച്ചെടുക്കുന്നത്, ഇഡ്ലി റൈസ് മാത്രം നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ബാച്ചായിട്ട് അരച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. വളരെ കുറഞ്ഞൊരളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, അതായത് അരച്ചെടുക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതേ കപ്പിന് 1/4 കപ്പ് അളവിൽ തന്നെ വെള്ള അവിലാണ്, മട്ട അവിലല്ല, വെള്ള അവിലാണ് ഉപയോഗിക്കുന്നത്. അതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഉഴുന്ന് പരിപ്പിനകത്തോട്ട് ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് പകരം ചോറ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവൽ വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഇഡ്ലി റൈസ്, ഉഴുന്ന് പരിപ്പ്, അതുപോലെ വെള്ള അവൽ, ഇത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അളവൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ഇത്തിരി മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ വിസ്ക്, തവിയൊന്നും വെച്ചിട്ടല്ല. മുന്നത്തെ റെസിപ്പിയിലൊക്കെ നമ്മൾ കുറേ ഒതൻറ്റിക് റെസിപ്പീസ് പറഞ്ഞതുപോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നത്. കൂടുതൽ സമയമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് മാത്രം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ ആട്ടുകല്ലിൽ അരച്ചെടുത്തിട്ടാണല്ലേ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മിക്സിയിലൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഈ മിക്സി ജാറൊക്കെ ചൂടായിട്ട് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റെങ്കിലും ജസ്റ്റ് കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളൊരു 8 മണിക്കൂർ തുടങ്ങി 10 മണിക്കൂർ വരെയാണ് മാവ് പുളിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ക്ലൈമറ്റിനനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും. അപ്പോൾ ഒരു 8 മണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മളൊരു ടിഫിൻ സാമ്പാറാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പ് 1 കപ്പ്, 240 ml കപ്പിന് 1 കപ്പ് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ടിഫിൻ സാമ്പാർ തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും പരിപ്പ് നല്ലതുപോലെ വെന്ത് കുഴഞ്ഞിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പ്രഷർ കുക്കറിലോട്ട് ചേർത്ത് ഇതിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള് കായത്തിൻ്റെ പൊടിയും പരിപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലാണ്. അപ്പോൾ ഞാനൊരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നിർബന്ധമില്ല, പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 2 വിസിൽ കേട്ടോ, മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ ആ കുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും കഴിയും. നന്നായിട്ട് വെന്ത് കുഴയുന്ന പാകത്തിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. പരിപ്പ് നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കാമെന്ന് പറയില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അതേ പ്രഷർ കുക്കറിനകത്തോട്ട് തന്നെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു വഴുതിന എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങക്കോല്, അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, ഒരു ഉരുളക്കിഴങ്ങ്, എല്ലാം ഒന്ന് വെച്ചിട്ട് കുറഞ്ഞൊരളവിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ചെറിയ നമ്മുടെ വാളംപുളി വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ള അതിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾ പ്രഷർ കളഞ്ഞിട്ട് തുറക്കണം. അതല്ലെങ്കിൽ പച്ചക്കറികൾ വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലോട്ടുള്ള ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൗഡർ തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ച് ഒരു പാൻ വെച്ച് ചൂടായി വരുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ മല്ലി, 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 2 നുള്ള് ഉലുവ, 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഉഴുന്ന് പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ചോറ് വെക്കുന്ന അരി, ഇവിടെ ഞാൻ പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്, 1 തണ്ട് കറിവേപ്പില,
ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹോട്ടലിന് കഴിക്കുന്ന സാമ്പാറിന് ഒരു വേറെ തന്നെ ഒരു ഫ്ലേവറാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സാമ്പാർ പൗഡറിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു രുചി കിട്ടുന്നത് തന്നെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കൂട്ടിലുള്ള സാമ്പാർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 6 വറ്റൽ മുളക്, ഇവിടെ 4 കാശ്മീരി മുളകും 2 സാധാരണ മുളകുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാശ്മീരി മുളക് നമ്മൾ ചേർത്തത് സാമ്പാറിന് നല്ലൊരു കളർ കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പകരം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ല എന്നാണെങ്കിൽ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡർ ആകുന്ന രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൗഡറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കറികളും അതുപോലെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സാധാരണ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരു 2 നുള്ള് അളവിൽ കായത്തിൻ്റെ പൊടി ചേർക്കാം. പിന്നെ ഒരിത്തിരി കറിവേപ്പില. ഇത്ര ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 7 ചെറിയുള്ളിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് നമ്മുടെ ആ ഒരു ചെറിയുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് നന്നായിട്ട് കുത്തി അടച്ചു വെച്ചിരുന്ന അതും നമുക്കിതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഏകദേശം 1 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്രയാണോ തയ്യാറാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. 1 തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. പച്ചക്കറികൾ വേവിക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് 1 തക്കാളി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൗഡറിൽ നിന്നും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതായത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഇത് കുറച്ച് കട്ട പിടിച്ചതുപോലെയായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ 2 നുള്ളി ശർക്കര ചേർക്കുന്നുണ്ട്. എപ്പോഴും ആ ഒരു ശർക്കരയുടെ കൂടി ടേസ്റ്റ് വരുമ്പോഴാണ് ഇതിന് നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. പിന്നീട് തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ ആ ഒരു കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ടിഫിൻ സാമ്പാർ എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. 10 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് ഇതിനകത്തോട്ടേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ടിഫിൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടും നല്ല ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സാമ്പാർ പൗഡർ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നറിനകത്താക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ ഇഡ്ഡലി മാവാണ് നല്ലതുപോലെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാവ് ഒത്തിരി സമയം അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. എന്നിട്ട് ഇഡ്ഡലി തട്ടിനകത്തോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഭാഗം പാകത്തിന് മാവ് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇതുപോലെ തട്ട് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു 10-12 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആവിയിൽ വെച്ച് നല്ലതുപോലെ തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് അതായത് ഹോട്ടലിനൊക്കെ കഴിക്കുന്ന ഇഡ്ഡലിയുടെ ആ ഒരു ടെക്സ്ചർ വരെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു അളവ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഹോട്ടലിനൊക്കെ ഇഡ്ഡലി സാമ്പാർ നമുക്ക് സെർവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ 2 ഇഡ്ഡലി വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് സാമ്പാർ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ ടേസ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.